രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആരോപണങ്ങളിൽ കോൺഗ്രസിൽ ഉൾപ്പോര്. രാഹുൽ മുതിർന്ന നേതാക്കളുടെ ഗൂഢാലോചനയ്ക്കിരയായെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന വനിതാ നേതാവിന്റെ പരാതിക്ക് പിന്നാലെ VD സതീശനടക്കമുള്ളവർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനുമെതിരെ മൊഴി നൽകിയ യുവതിക്ക് സംഘടനയുമായി ബന്ധമില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണം. ഷഫീദ് റാവത്തറുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്നെടുത്ത നടപടി എന്നതാണ് എല്ലാ സമയത്തും പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രാഹുലിനെതിരെ എത്ര കടുത്ത നടപടി വേണോ എന്നുള്ള ചോദ്യങ്ങളുമായി ഒക്കെ നേതാക്കൾ ചിലർ രംഗത്ത് വരുന്നു. ഇപ്പോൾ അതൊരു പരാതി വരുന്നു. ആ പരാതിയിൽ രണ്ട് നേതാക്കളെ തന്നെ പേരെടുത്ത് പറയുന്നു. എന്താണ് ഈ പരാതിക്ക് പിന്നിൽ? പരാതി നൽകിയ വ്യക്തിയെ സംബന്ധിച്ചും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടല്ലോ. ഗോകുലി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ, അതായത് ലൈംഗികാരോപണ പരാതികൾ വന്നതിന് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് രാഹുലിനെ അനുകൂലിച്ചൊരു പരാതി ലഭിച്ചിരുന്നു. ജീന സജി എന്ന് പറയപ്പെടുന്ന ഒരാളായിരുന്നു ആ പരാതി നൽകിയത്. രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നെന്ന് സൂചന നൽകുന്നതായിരുന്നു ഈ പരാതി. അതിനുശേഷം ഇതിൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആ പരാതിയിൽ ആരാണ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേരുകൾ പറഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഈ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് നേരിട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഈ മൊഴി നൽകിയത്. ആ മൊഴിയിൽ VD സതീശൻ അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല എന്നിവർക്കെതിരെ മൊഴി നൽകിയെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്ന വിവരം. ഈ മൊഴി നൽകിയത് പരാതിക്കാരിയായിട്ടുള്ള സീന സജിയാണെന്ന സൂചനകളും പുറത്തു വന്നു. ഇതോടുകൂടിയാണ് ജീന സജിയെ തള്ളി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർദാസ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. ഇവർക്ക് യൂത്ത് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഗൗരി ശങ്കറിന്റെ വാദം. കോൺഗ്രസ് നേതാക്കളെ കുറ്റപ്പെടുത്താൻ DYFI നേതൃത്വം നടത്തുന്ന നീക്കങ്ങളാണ് ഇതെന്നും ഗൗരി ശങ്കറിന്റെ ആരോപണമുണ്ട്. ഇക്കാര്യത്തിൽ DGPക്ക് പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് വിശദീകരിച്ചിട്ടുണ്ട്. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലി കോൺഗ്രസിൽ കാര്യമായിട്ടുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. നിലവിൽ രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തിയതിൽ ചിലർക്ക് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നേതാക്കളുണ്ട്. അതേസമയം രാഹുലിന്റെ വിഷയം സംഘടനയ്ക്കാകെ തലവേദനയുണ്ടായി എന്ന് കരുതുന്ന ചില നേതാക്കളുമുണ്ട്. ഏതായാലും നിയമസഭാ സമ്മേളനത്തിലടക്കം രാഹുൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം ഒരാകാംക്ഷയെ നിലനിൽക്കുന്നു. അപ്പോഴും ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് രാഹുലിനെതിരെയുള്ള നടപടി അത് ശക്തമായ ആവശ്യമുയർന്നു. മാത്രമല്ല, കൂടിയാലോചനകൾക്ക് ശേഷമാണ് ആ നടപടിയെടുത്തത്. ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കും എന്നുള്ള കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും കോൺഗ്രസിൽ തലവേദന ആവുകയാണ്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പോര് തുടരുന്നുമുണ്ട്. ശരി ഷഫീദ്, ഏതായാലും അടഞ്ഞ അധ്യായമാണ് രാഹുൽ വിവാദമെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുമ്പോൾ പോലും പാർട്ടിക്കുള്ളിലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും അത് പുകയുന്ന ഒരു ഏട് തന്നെയായി നിലനിൽക്കുകയാണ്. ഇടതുപക്ഷത്തിന് വലതു വ്യതിയാനമെന്ന് CPI സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതിന്റെ ഭാഗമാണ്. ആചാര സംരക്ഷണം സർക്കാർ നയമാണോ എന്നും ചോദ്യമുയർന്നു. ഇന്ന് ശബരിമല കയറ്റി നാളെ ഇറക്കി പിന്നെ മാപ്പ് പറയുന്നതാണ് ഇപ്പോഴത്തെ രീതിയെന്നും വിമർശനം. അരുൺരാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺരാജ്, നേരത്തെ തന്നെ പ്രതിപക്ഷം ഈ സർക്കാരിൻ്റെയും CPM-ന്റെ നിലപാട് ഈ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ്. ഇപ്പോൾ അതിലുള്ള അതൃപ്തി, സർക്കാരിൻ്റെ നിലപാട് മാറ്റം, പ്ലേറ്റ് മാറ്റത്തിൽ സമ്മേളനത്തിലും വിമർശനം ഉയരുകയാണ്. തീർച്ചയായും ഗോകുൽ, CPIയുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഈ പ്രതിനിധികൾ സർക്കാരിനും അതുപോലെ തന്നെ മുന്നണിക്കും ഒരു നിലപാടില്ല, പല കാര്യങ്ങളിലും നിലപാട് വ്യതിയാനം ഉണ്ടാകുന്നു, ഇടതുപക്ഷ നയമല്ല ഇപ്പോൾ നിലവിൽ സർക്കാർ പിന്തുടരുന്നത്, ഒരു വലതുപക്ഷ നയത്തിലേക്ക് പാർട്ടി പോകുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്? ആചാര സംരക്ഷണം സർക്കാരിന്റെയോ മുന്നണിയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തമാണോ എന്ന ചോദ്യമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്നത്. അത്തരമൊരു ഉത്തരവാദിത്തം മുന്നണിക്കോ പാർട്ടിക്കോ ഇല്ല. അത്തരം സംരക്ഷണം, ആചാര സംരക്ഷണം എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്ന കാര്യത്തിൽ മറുപടി പറയണമെന്ന ആവശ്യമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ശബരിമല കയറ്റി നാളെ ശബരിമല ഇറക്കി പിന്നീട് മാപ്പ് പറയുന്നു. ഇതിലൂടെ നിലപാടില്ല എന്ന കാര്യം പൊതുമധ്യത്തിലും പൊതുസമൂഹത്തിന് മുന്നിലേക്കും പാർട്ടിയും സർക്കാരും കൊണ്ടുവരികയാണ്. ഇത്തരം നിലപാടുകൾക്കെതിരെ ഈ സർക്കാരിനുള്ളിലും മുന്നണിക്കുള്ളിലും CPI വേറിട്ട ശബ്ദമായി നിലകൊള്ളണം എന്ന ആവശ്യമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആചാര സംരക്ഷണം സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന കാര്യം തിരിച്ചറിയണം. ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, ഇടതുപക്ഷത്തിന്റെ രീതി എന്താണ് എന്ന കാര്യം കൃത്യമായ ബോധ്യം ഭരിക്കുന്നവർക്കും ഉണ്ടാകണം, മുന്നണിയെ നയിക്കുന്നവർക്കും ഉണ്ടാകണം എന്ന വിമർശനം കൂടി പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇടതുപക്ഷത്തിന് വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുവെന്ന വിമർശനമാണ് പ്രതിനിധികൾ ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ദേശീയ നേതൃത്വത്തെ കടന്നാക്രമിക്കുന്ന രീതിയായിരുന്നു. ദേശീയ നേതൃത്വത്തിൽ അപ്പാടെ വാർദ്ധക്യം ബാധിച്ചു. ഈ രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. BJP എതിർക്കണമെങ്കിൽ യുവത്വം മുന്നോട്ട് വരണം, യുവത്വത്തെ കൂടുതൽ ദേശീയ തലത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കണം, അത്തരം കാര്യങ്ങൾ കൊണ്ടുവരണം, കൂടുതൽ പ്രാതിനിധ്യം ഇവർക്ക് നൽകണമെന്ന ആവശ്യമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പൊതുചർച്ച അവസാനിക്കും. ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന് വേണ്ടിയുള്ള മറുപടി CPM-ന്റെ ദേശീയ കൗൺസിൽ അംഗം പ്രകാശ് ബാബു നൽകും.
തിരുത്തിപ്പറയലും മാപ്പുറയലുമാണോ നയം എന്ന തരത്തിലേക്ക് ഇപ്പോഴത്തെ നിലപാട് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളുമാണ് CPI സംസ്ഥാന സമ്മേളനത്തിൽ വരുന്നത് സർക്കാരിനെതിരെ. തിരുവനന്തപുരം കിളിമാനൂരിൽ വാക്കുതർക്കത്തിനിടെ യുവാക്കളെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമമെന്ന് പരാതി. പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. ഇന്നലെ രാത്രി 10:30യോടെയാണ് സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. MG പ്രതീഷ് ഉണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ വാഹനം ഓടിച്ചു കയറ്റുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ സംഭവത്തിൽ കേസെടുക്കുകയോ നിയമ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടുണ്ടോ പോലീസ്? ഗോകുൽ, ഇതുമായി ബന്ധപ്പെട്ട പോലീസ് കേസെടുത്ത നടപടികൾ ആരംഭിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി 10:30യോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് അത് ഒരു അപായപ്പെടുത്തുന്ന നടപടികളിലേക്ക് കലാശിച്ചത്. ഈ തിരുവനന്തപുരം കിളിമാനൂരിലാണ് വീടിന് മുന്നിൽ ഒരു സംഘം ഈ കാറിലെത്തുകയും കാർ വീടിന് മുന്നിൽ പാർക്ക് ചെയ്യുകയും ചെയ്തു. ഈ പാർക്ക് ചെയ്ത വാഹനവും വാഹനത്തിലുള്ളവരെയും ഈ വീട്ടുടമസ്ഥൻ ചോദ്യം ചെയ്തതാണ് ഒരു വൈരാഗ്യത്തിനും ഒരു ആക്രമണത്തിലും കലാശിച്ചത്. തുടർന്ന് ഇവരുമായി വലിയ വാക്കുതർക്കമുണ്ടായി. ഈ വിനോദ് കുമാറിന്റെ കൂടെ, ആ വീട്ടുടമസ്ഥന്റെ കൂടെ ഉണ്ടായിരുന്നവരെയാണ് കാറിലുള്ള യുവാക്കൾ ആക്രമിച്ചത്. അത് സമീപവാസികളാണ് എന്നതാണ് നിലവിൽ പോലീസ് പറയുന്നത്. സുബൈർ, വിഷ്ണു, ആനന്ദ് എന്നിവർക്കാണ് ഈ കാറിടിച്ചുള്ള അപായപ്പെടുത്തലിൽ പരിക്കേറ്റത്. ഈ വാക്കുതർക്കത്തെ തുടർന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.